ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യ സാധനങ്ങൾ നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ്. കോട്ടപ്പുറം കൊടുമുടി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണ് ആവശ്യ വസ്തുക്കൾ എത്തിച്ച് വ്യാപാര സമൂഹം കൈത്താങ്ങായത്. കാലവർഷക്കെടുതി മൂലം വീടുകളിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ച ഇരുമ്പിളിയം പഞ്ചായത്തിലെ കൊടുമുടി, കോട്ടപ്പുറം ക്യാമ്പുകളിലെ അന്തേവാസികൾക്ക് പഞ്ചായത്ത് അധികൃതരുടെ ആവശ്യപ്രകാരം ആവശ്യ സാധനങ്ങൾ എത്തിച്ച് സന്നദ്ധ സേവനം നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ്. കേരളത്തിൽ 2 ദിവസമായി പെയ്ത അതിരൂക്ഷമായ കാലവർഷം ഒട്ടനവധി കെടുതികളാണ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ സമീപ പ്രദേശ വളാഞ്ചേരിയിലും ഇരുമ്പിളിയത്തൊക്കെ 2-3-4 ക്യാമ്പുകൾ ഇന്നലെ തുടങ്ങുകയുണ്ടായി. ഈ ക്യാമ്പുകളൊക്കെ വ്യാപാരി വ്യവസായി ഏകോപന സമിതികളൊക്കെ ഞങ്ങൾ സന്ദർശിച്ചിരുന്നു. അവർക്ക് വേണ്ട വിഭവ സമാഹരണം, അതേപോലെ തന്നെ ഭക്ഷണ വസ്തുക്കൾ, പുതപ്പുകൾ ഒക്കെ നൽകാൻ കഴിഞ്ഞു. നമുക്കറിയാലോ, കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും നേരിടാൻ കരുത്തുള്ള ഇന്ത്യയിൽ തന്നെ ഏക സംസ്ഥാനമാണ് കേരളം. നമ്മൾ ഈ പ്രതിസന്ധിയും നമ്മൾ മുറിച്ചു കടക്കും. ഏതായാലും വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വന്ന ആളുകളെ തിരിച്ച് വീട്ടിൽ പുനരധിവസിപ്പിക്കുന്നത് വരെ ഈ തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി വ്യാപാരി വ്യവസായി മുൻപന്തിയിലുണ്ടാവും. നന്ദി, നമസ്കാരം. പ്രസിഡന്റ് കെ മുഹമ്മദ് അലി, കെ ഷാജഹാൻ, വാപ്പു ഹാജി ചോലാസ്, മെഹബൂബ് തോട്ടത്തിൽ, അലി നില തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വ്യാപാരികൾ ആവശ്യ സാധനങ്ങൾ നൽകിയത്. വീടുകളിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് എത്തിച്ചതിനേക്കാൾ പ്രയാസമാണ് ഇനി വീടുകളിലേക്ക് തിരിച്ച് അവരെ എത്തിക്കുക എന്നുള്ളത്. കാരണം അവിടെ വീടുകളിൽ ചുമര് വരെ അല്ലെങ്കിൽ മേൽക്കൂര വരെ വെള്ളം എത്തിയ നിരവധി വീടുകളുണ്ട്. അവിടുത്തെ ഇലക്ട്രിസിറ്റി പ്രശ്നങ്ങൾ, കുടിവെള്ള പ്രശ്നം, ഇഴജന്തുക്കളുടെ പ്രശ്നം, മറ്റു മാലിന്യങ്ങൾ അടിഞ്ഞത് മൂലമുള്ള പ്രശ്നം, ഇതെല്ലാം ഇനി സന്നദ്ധ പ്രവർത്തകരുടെ പ്രവർത്തനം കൊണ്ട് പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ സമീപ പ്രദേശത്തുള്ള സ്കൂളുകൾ, കോളേജുകളൊക്കെ നമ്മളുമായി സഹകരിക്കാം. അതുപോലെ തന്നെ ക്ലബ് അംഗങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും നമ്മളുമായി സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഉച്ചക്ക് തുടങ്ങിയ ഈ ഒരു ക്യാമ്പിൽ ഇന്നീ നിമിഷം വരെ ഒരുപാട് പേരുടെ വിഭവ സമാഹരണത്തിനായിരുന്നാലും അതുപോലെ തന്നെ സന്നദ്ധ സേവനത്തിനായിരുന്നാലും മാൻ പവറിന്റെ കാര്യത്തിലും ഒക്കെ വളരെ ഭംഗിയായി തന്നെ ക്യാമ്പ് നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഈ പ്രദേശവാസികളുടെയും പഞ്ചായത്തിന്റെയും മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സഹായം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കൊടുമുടി പ്രദേശത്ത് 50ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആ 50 വീടുകളും നമ്മൾ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് ആളുകളെ. പലരും, ചില ആളുകളൊക്കെ ബന്ധുവീടുകളിലേക്ക് മാറിയെങ്കിലും 27 കുടുംബങ്ങളാണ് കൊടുമുടി ഈ സ്കൂളിലുള്ളത്. 63 ആളുകൾ, 8 കുട്ടികളായിട്ടും മുതിർന്ന 8ഓളം വരുന്ന സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകളും നമ്മുടെ ക്യാമ്പിലുണ്ട്. ഇല്ല, ഇവിടെ പ്രായാധിക്യമുള്ള 80 വയസ്സിന് മേലെയുള്ള 2 പേരുണ്ട്. ചെറിയ 1.5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. പിന്നെ ബാക്കിയുള്ള ആളുകളൊന്നും വലിയ രോഗം മൂലം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമുക്കില്ല. ആരുടെ മെഡിക്കൽ ടീം സജീവമായിട്ട് ഇന്നലെ മുതൽ ഈ നിമിഷം വരെയും നമ്മളോട് കൂടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പോലീസ് അധികാരികളും ഇന്നലെ പട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാമ്പുമായിട്ട് ഇത്രയും വിജയകരമായി പഞ്ചായത്തിന് ഇതുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകരുടെയും സന്നദ്ധ വളണ്ടിയേഴ്സിന്റെയും ഒക്കെ സഹകരണം കൊണ്ടാണ്. അതെല്ലാ രീതിയിലേക്കും നമുക്ക് വിഭവങ്ങൾ എത്തിക്കുന്ന കാര്യത്തിലായാലും ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കാര്യത്തിലായാലും വലിയ പ്രയാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ്. എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുക. ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ്, വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ, അമീർ പുറമണ്ണൂർ, മാനുപ്പ മാസ്റ്റർ, PC നൂർ, അഷ്റഫ് അലി കാളിയത്ത്, ഷെരീഫ് പാലോളി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്.